അൽഹംദുലില്ലാഹ്. അല്ലാഹു അർശിനെ പടയ്ക്കുന്നു, ലൗഹിനെ പടയ്ക്കുന്നു, കലം പടയ്ക്കുന്നു. ഇതിനെല്ലാം മുന്നിൽ അല്ലാഹുവിന്റെ നൂറാനിയത്തായ നൂറിന്റെ പ്രകാശത്തിന്റെ പ്രകാശഗോളം ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പടച്ചു. ആ ഹബീബിന്റെ നൂറിനെ പടച്ചു. അനമിൻ നൂരില്ലാഹ് വകുല്ലു ശൈഇൻ മിൻ നൂരി. എല്ലാം അല്ലാഹുവിന്റെ പ്രകാശമാണ്. ഞാൻ എന്റെ പ്രകാശത്തിൽ നിന്നാണ് എല്ലാം പടക്കപ്പെട്ടത്. എന്നെ പടച്ചതോ എന്റെ റബ്ബിന്റെ പ്രകാശത്തിൽ നിന്ന് എന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ട് ഹബീബായ നബി തങ്ങൾ പഠിപ്പിച്ചു തരികയാ. അല്ലാഹു ആദ്യം കലമിനെ പടയ്ക്കുകയാ, ലൗഹിനെ പടയ്ക്കുകയാ, അർശിനെ പടയ്ക്കുകയാ. ഇതെല്ലാം പടച്ചിട്ട് കലമിനോട് പറഞ്ഞു, കലമേ എന്റെ അർശിൽ ഞാനൊരു വാചകം എഴുതി വെച്ചിട്ടുണ്ട്. കലമേ, കലമെന്ന് പറയുന്ന അള്ളാഹുവിന്റെ വിശ്വരൂപമായ ആ വല്ലാത്തൊരു കലമെന്ന് പറയുന്ന സൃഷ്ടിയെ അള്ളാഹു പടച്ചിട്ട് പറഞ്ഞു, അർശിൽ നോക്കിയിട്ട് ആ കാണുന്ന കാര്യങ്ങളൊന്ന് എഴുതൂ കലമേ എന്ന് അള്ളാഹു കലമിനോട് പറഞ്ഞപ്പോ അർശിലോട്ട് നോക്കിയപ്പോ കലമാദ്യം കണ്ടത് എന്തെന്നറിയോ? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. കലം നോക്കിയപ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് എഴുതി വെച്ചിരിക്കുന്നു. കലമിനത് മനസ്സിലായി, അല്ലാഹു അല്ലാതെ ആരാധനില്ലല്ലോ. കൂടെ ഒരു പേര് മുഹമ്മദുർ റസൂലുള്ളാഹ്, മുഹമ്മദുർ റസൂലുള്ളാഹ്. കലം ചോദിച്ചു, ആരാ റബ്ബേ? മുഹമ്മദ് ആരാ? മുഹമ്മദ് ആരാ? മുഹമ്മദ് ആരാ? അല്ലാഹു കലമിനോട് പറഞ്ഞു, കലമേ ഈ പ്രപഞ്ചവും നിന്റെയും അർശും ലൗഹും പടയ്ക്കപ്പെടാൻ കാരണക്കാരനായ ഒരു മനുഷ്യന്റെ പേരാ കലമേ. അതെന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെന്ന് പറഞ്ഞപ്പോ കലം പറയുകയാ, അസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ്